من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാന്യരായ മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. വസിയ്യത്ത് ഹിതാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കെല്ലാം സുപരിചിതമായ പല പ്രാവശ്യങ്ങളിലായി നമ്മൾ കേട്ട സൂറത്ത് അൽ ബഖറയിലെ 186 ഒരു ചെറിയ വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വഇദാ സഅലക ഇബാദി അന്നി, പ്രവാചകരെ, എന്നെ കുറിച്ച് എന്റെ അടിയാന്മാര് നിങ്ങളോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, നിങ്ങൾ പറയുക എന്നൊരു വാക്ക് പറയാതെ തന്നെ അല്ലാഹ് പറയാണ്, ഞാൻ അവരുടെ ഏറ്റവും സമീപസ്ഥനാണ്. എന്നെ വിളിക്കുന്നവർ എന്നെ വിളിക്കട്ടെ, എന്നെ വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഫൽയസ്തജീബുലി, അവരെന്റെ വിളിക്കുത്തരം തരട്ടെ, ഫൽയുമിനു ബി, അവരെന്നിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർശുദൂൻ, അവർക്ക് സന്മാർഗം ലഭിച്ചേക്കാം. ഇതാണ് വചനത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടതായി, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ ആളില്ലാതെ ഒരു തരം ശൂന്യതയിലേക്ക് അലിഞ്ഞ് പോകുന്നതായി നമ്മൾക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ചുറ്റും ആളുകൾ ഉണ്ടാവാം,
നമ്മുടെ കൂട്ടുകാരുണ്ടാവാം, കുടുംബങ്ങളുണ്ടാവാം. എന്നാൽ ചില രാത്രികളില്, ചില നിശബ്ദമായ നിമിഷങ്ങളില് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭാരം വന്ന് നിറയുന്നത് പോലെ, ആർക്കും മനസ്സിലാവാത്ത, ആരുമായും പങ്കുവെക്കാൻ കഴിയാത്ത ഒരു തരം വേദന, ഒരു തരം അസ്വസ്ഥത. ഈ ലോകത്ത് ഒരുപാട് ആളുകൾക്കിടയില് ഞാൻ തനിച്ചാണല്ലോ എന്ന ഒരു ചിന്ത, അല്ലെ? എല്ലാവർക്കിടയില് ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, അങ്ങനെ ഒരു അസ്വസ്ഥത. എന്റെ കണ്ണുനീര് കാണാൻ ആരുമില്ല, എന്റെ പ്രശ്നങ്ങൾ എന്റേതു മാത്രമാണ്, അങ്ങനെയുള്ള ഒരു അസ്വസ്ഥത, എനിക്കാരുമില്ല എന്നൊരു തോന്നൽ ഏതെങ്കിലും സമയത്ത് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് ഞാൻ എന്നോടാണ്, നമ്മൾ ശാന്തമായിരുന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ട് വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ വാക്ക് നമുക്കുള്ളതാണ്. കാരണം ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമ്മെ ഓരോ നിമിഷവും വീക്ഷിക്കുന്ന, നമ്മുടെ ഓരോ നെടുവീർപ്പുകളും കേൾക്കുന്ന, നമ്മുടെ ഹൃദയമിടിപ്പുകളെക്കാളും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുണ്ട്. അവനാണ് നമ്മുടെ കരുത്ത്. അവനെ എങ്ങനെ അറിയും? നമ്മൾ പഠിക്കുന്നത് അസ്മാഉൽ ഹുസ്ന, അവന്റെ നാമങ്ങളിലൂടെ. അതൊരു പേരുകളുടെ ലിസ്റ്റ് അല്ല, അങ്ങനെ ഇന്നവൻ അങ്ങനെ ഒരു പേരുകളുടെ ലിസ്റ്റ് അല്ല. മറിച്ച് അറിവിന്റെ, കാരുണ്യത്തിന്റെ, എല്ലാതരം ഗുണവിശേഷണങ്ങളുടെ, എല്ലാതരം കഴിവുകളുടെ വാതിലുകളാണ് അവൻ നമുക്ക് തുറന്നു തരുന്നത്. നമ്മളുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായ പ്രകാശമാണത്. നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള മറുപടികളാണത്. അതാണ് അൽ ഖരീബ് അൽ മുജീബ്. നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചു. ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതത്തില് ഈ റബ്ബിനെ ഈ ഒരു സന്ദർഭത്തിൽ പോലും ഓർക്കാതെ ലോകത്ത് നടക്കുന്ന പല സംഗതികളുമാണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ, പ്രിയരെ, ഒരു തരം ശൂന്യത, എന്തെല്ലാം നമ്മൾ നേടിയാലും നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. അല്ലാഹു തആല നമ്മളോട് പറയുന്നത് അൽ ഖരീബ്, അല്ലാഹു തആല അൽ ഖരീബു മിൻ കുല്ലി വാഹിദ്. ഓരോരുത്തർക്കും ഏറ്റവും അടുത്തവനാണ് പടച്ചവൻ. ആ കുർബത്ത് രണ്ട് തരത്തിലുണ്ട്. ഇവിടെ മുജീബ് എന്ന വാക്ക് അത് പറയുമ്പോൾ അൽ ഖരീബ് കൂടി പറയണം. കാരണം അള്ളാഹു അങ്ങനെയാണ് ചേർത്തിയത്. ഇങ്ങനെ ഇന്ന റബ്ബി ഖരീബുൻ മുജീബുൻ. നമ്മള് ചില ഉത്തരങ്ങൾ സ്വന്തം മനസ്സിനോട്, ഇങ്ങനെ മനസ്സാക്ഷിയോട് കൊടുക്കണം. രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഖുർബുൻ ആമുൻ മിൻ കുല്ലി അഹദ്, എല്ലാവർക്കും പൊതുവിലുള്ള ഒരു ബന്ധം, ഒരടുപ്പം. അതെങ്ങനെ അറിയാം? ബിഇൽമിഹി വഹിബ്റതിഹി വമുറാഖബതിഹി വമുശാഹദതിഹി വഇഹാതതിഹി. എല്ലാ ആളുകൾക്കും അല്ലാഹുവിൽ നിന്നുള്ള ഒരു അടുപ്പം. ആ അടുപ്പം എങ്ങനെയാണ്? അവന്റെ അറിവ്, അവൻ നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരവസ്ഥ. അത് ഹബീർ പഠിക്കുമ്പോൾ നമുക്കത് വിശദമായി പഠിക്കാം. അവന്റെ ഹിബ്റത്ത്, പിന്നെ അവന്റെ മുറാഖബത്ത്, അവന്റെ നിരീക്ഷണം, എല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ഖുർബത്ത് എന്ന് പറയുന്നത്. വെച്ചാൽ എല്ലാം അവൻ അറിയുന്നു, ഒന്നും അതിൽ നിന്ന് പുറത്തു പോകുന്നില്ല. പിന്നെ രണ്ടാമത്തൊരു സംഗതിയുണ്ട്, ഖുർബുൻ ഖാസ്, ഒരു പ്രത്യേകമായ ഒരടുപ്പം. അതെങ്ങനെ അറിയാം? മിൻ ആബിദിഹി വസായിലിഹി വമുഹിബ്ബിഹി വഖുർബുൻ ലാ യുദ്റകു ലഹു ഹഖീഖ. ആ അടുപ്പം അവന്റെ ആബിദുകൾക്ക്, അവന്റെ അടിയാറുകൾക്ക്, അവനോട് ചോദിക്കുന്നവർക്ക്, അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്. എന്നിട്ട് ഇതിനെ ഉലമാ വിശദീകരിക്കുന്നത് ലാ യുദ്റകു ലഹു ഹഖീഖ,
ഇതിന്റെ ഹഖീഖത്ത് ഇതെങ്ങനെയാണ് എന്ന് ഒരാൾക്കും ചിന്തിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല. അത്ര വലിയ ഒരു അടുപ്പമാണ് അവനെ വിളിക്കുന്നവർക്കും അവന്റെ മുഹബ്ബീങ്ങൾക്കും അവന്റെ ആബിദുകൾക്കും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത്. എന്നിട്ട് അതിനെ വിശദീകരിക്കുന്ന എങ്ങനെ അറിയാമോ? അവരോട് കാണിക്കുന്ന സ്നേഹം, അവർക്ക് ഓരോന്നിൽ നൽകുന്ന തൗഫീഖ്, വഇനായതുഹു ബിഹിം, അവരെ അള്ളാഹു പരിഗണിക്കുന്ന രംഗങ്ങൾ, ഇതെല്ലാമാണ്. ഇനി അതിന്റെ അടയാളം എങ്ങനെയാണ്, അവന്റെ കുർബത്തിന്റെ അടയാളം എങ്ങനെയാണ്, അത് വിശദീകരിക്കുന്നിടത്താണ് വമിൻ ആസാരിഹി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇജാബത്തുഹു ലിദ്ദാഈൻ വഇനാബത്തുഹു ലിൽആബിദീൻ. അവനെ വിളിക്കുന്ന ആളുകൾക്ക് അവൻ എന്ത് കൊടുക്കും? ഉത്തരം കൊടുക്കും. വഇനാബത്തുഹു ലിൽആബിദീൻ, അവന്റെ അടിയാറുകൾക്ക് ഏറ്റവും സമീപസ്ഥനായി അവൻ നിലകൊള്ളും. അപ്പോ എന്നിട്ട് അതിനൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. വഹുവൽ മുജീബ്. വാക്ക് നമ്മുടെ മനസ്സില് മായാത്ത മഷികൾ കൊണ്ട് തന്നെ എഴുതി വെക്കണം. അതിനാണ് ഞാൻ ആ പേരിന്റെ ഓരോ ഭാഗങ്ങളും പറഞ്ഞു തരുന്നത്. വഹുവൽ മുജീബ് ഇജാബത്തുൻ ആമ ലിദ്ദാഈൻ മഹ്മാ കാനൂ. ആരാണോ അല്ലാഹുവിനെ വിളിക്കുന്നത് അവർക്ക് അല്ലാഹു എന്ത് കൊടുക്കും? ഉത്തരം കൊടുക്കും. അതെല്ലാവർക്കും ഉള്ളതാണ്. ഐനമാ കാനൂ, അവൻ എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും, വഅയ്യു ഹാലിൻ മാ കാനൂ, ഏതവസ്ഥയിലാണെങ്കിലും. കാരണം അള്ളാഹുവിന്റെ മുത്ലഖായ, അള്ളാഹുവിന്റെ സ്വതന്ത്രമായ ഒരു വഅദയുണ്ട്. ആ വഅദ എന്താണ്? അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. വൈദാ സഅലക ഇബാദി. നമ്മളെല്ലാവരും അള്ളാഹിന്റെ അടിമകളാണ്. എന്റെ അടിമ എന്നെ വിളിച്ചാൽ, എങ്ങനെ അവരോട് നിങ്ങൾ എങ്ങനെ മറുപടി പറയണമെന്നറിയാം? എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തുണ്ട്. എന്നിട്ട് അള്ളാഹ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു അതിന്റെ മറുപടി കൊടുക്കുന്നത് നിങ്ങൾ പറയണമെന്ന് പോലും അല്ല, മറിച്ച് ഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നെ വിളിക്കുന്നവൻ ആ വിളിച്ചാൽ ഉടനെ ഞാൻ അവരുടെ വിളിക്ക് ഉത്തരം കൊടുക്കും. ഇവിടെ എന്നെ വിളിക്കട്ടെ, അവരെന്നിൽ വിശ്വസിക്കട്ടെ. അതാര് വിളിച്ചാലും ആ വിളിക്ക് ഉത്തരമുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു ബോധ്യമായി നമ്മുടെ മനസ്സിൽ ഉറക്കണം. എങ്ങനെ? ചോദ്യകർത്താവിന് അള്ളാഹു നൽകിയ അവകാശമാണ് ചോദിച്ചോ തരാം എന്നത്. എന്നോട് ചോദിക്കൂ, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ചോദിച്ചോ തരാം എന്നത്. ഈ ഔദാര്യം എങ്ങനെ? ചോദിച്ചാൽ തരാമെന്ന ഔദാര്യം യഥാവിധി ചോദിച്ചു വാങ്ങാൻ നമ്മൾ ഒരുങ്ങണം. ഒരുക്കം നമ്മിൽ വരണം. ഈ ഭാഗത്ത് ഒരിക്കലും ഒരു അലസതയോ മടിയോ അലംഭാവമോ വരരുത്. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാനോട് ചോദിക്കുന്നിടത്ത് ഒരു അലംഭാവം, ഒരു അലസതയും നമുക്ക് വരരുത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരാം. നോക്കിയേ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന അജസ നാസ് മൻ അജസ ദുആ. ഇന്ന അജസ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദുർബലൻ, ഏറ്റവും ബലഹീനനാരാണ്? മൻ അജസ ബിദ്ദുആ. ദുആഇന്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ ആരാണോ ദുർബലൻ അവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലൻ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയാം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ആരിൽ നിന്നാ? നിങ്ങളിങ്ങനെ മനസ്സിന് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തു നോക്കിയേ. റഹ്മാനായ റബ്ബിൽ നിന്ന് മാത്രല്ലേ? ഈ അല്ലാഹുവിനെ മാറ്റി നിർത്തിയാൽ ഏതെങ്കിലും ഒരു നന്മ നമുക്ക് നേടിയെടുക്കാൻ കഴിയോ? എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതാരാ? ആ റബ്ബ് നമ്മെ കൈയൊഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഉപായങ്ങൾ കൊണ്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു സംവിധാനം കൊണ്ട് നമ്മെ സംരക്ഷിക്കാൻ കഴിയോ? നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ? ഇല്ലല്ലോ. അതല്ലേ യാഥാർത്ഥ്യം. ചില ഘട്ടങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നത് വേണം എന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ വരും. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു നിലവിളി മാത്രം വരുന്ന ചില ഘട്ടങ്ങളുണ്ട്, അല്ലേ? അങ്ങനെയല്ല നമ്മളെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. നമ്മൾ മനുഷ്യരാ, നമ്മളൊക്കെ അങ്ങനത്തെ അഭിമുഖീകരിച്ചത്. ഈ പറയുന്നതൊന്നും വേറെ ഒരാളുകൾക്ക് കൊണ്ടുവരരുത്.
നമ്മളെ മാത്രമേ മുന്നിൽ നിർത്താവൂ. നമ്മളാണ് ഇതിലെല്ലാം, ചോദ്യം എല്ലാം നമ്മളാണ്. നമ്മളെ നമ്മുടെ മുന്നിൽ വെച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നന്മ നേടിയെടുക്കാനും, നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഏതൊരു തിന്മയെ തടയാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നതുകൊണ്ട് അവനോടുള്ള തേട്ടമാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കരുത്ത്. ഈ പ്രാർത്ഥനയിൽ ഒരാൾ തോറ്റുപോയാൽ നിശ്ചയം അയാളുടെ ജീവിതത്തിൽ അയാൾ തോറ്റുപോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ പദത്തിന്റെ അർത്ഥം. ഇന്ന അജസന്നാസ് മൻ അജസ ബിദ്ദുആ. അല്ലേ? ഇനി നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. അള്ളാഹു നമുക്ക് എന്തെല്ലാം കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അള്ളാഹുവിന്റെ സഹായമില്ലാതെ അതൊന്നും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബിനോട് ഇക്കാരണത്താൽ നമ്മൾ ദുആ ചെയ്ത് ചോദിച്ചു വാങ്ങി നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇമാം ബുഖാരി ഞാൻ നേരത്തെ പറഞ്ഞ അതേ കിതാബിൽ തന്നെ പറയുന്നൊരു മറ്റൊരു വാക്കുകൂടിയുണ്ട്. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങണമെന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നത് ദുആ ആണ്. ദുആയിനേക്കാളും ആദരിക്കപ്പെടുന്ന മറ്റൊന്നില്ല. പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും സ്നേഹത്തോടെ അള്ളാഹു സ്വീകരിക്കുന്നതും ഏതാണ്? അടിമകളിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകൾക്ക് ഈ പറഞ്ഞതിന് രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, എന്താ ദുആ എന്ന് പറഞ്ഞാൽ ഒരടിമ നമ്മളുടെ എല്ലാ ദുർബലതകളും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കലും സമ്മതിക്കലുമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അതല്ല അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അല്ലേ? യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ്. സൃഷ്ടാവായ അള്ളാഹുവിനോടായിരിക്കണം സൃഷ്ടികളുടെ എല്ലാ ആവശ്യങ്ങളും ചെല്ലേണ്ടത്. അപ്പൊ നമ്മുടെ കഴിവുകേടുകൾ, ഞാൻ അതിനെ ബയാൻ ചെയ്യല്ല, നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ കഴിവില്ലായ്മകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന രംഗമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന്, ഇത് സമർപ്പിക്കുന്നതിന്റെ കൂടെ അള്ളാഹുവിനെ സ്തുതിക്കല് കൂടിയാണ്. എങ്ങനെ അറിയാം? ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അതിലൊരു പ്രഖ്യാപനമുണ്ട്. ഞാരോടാ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു തരുന്നത്. വളരെ വളരെ യുക്തിപൂർവ്വമാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അള്ളാഹ് വിളിക്കുമ്പോ പ്രാർത്ഥനക്കർഹൻ അള്ളാഹു മാത്രമാകുന്നു. എന്റെ ദുആ കേൾക്കാൻ, എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ, സൃഷ്ടികളെ എല്ലാ നിലക്കും സഹായിക്കാൻ കഴിവുള്ളവൻ ഏകനായ റബ്ബ് മാത്രമാണ്. ഈ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥനകളിലുള്ളത്. അവിടെ വിനയമുണ്ട്, അവിടെ താഴ്മയുണ്ട്, എല്ലാം ദുആയിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും ആ ദുആയിലുണ്ട്. ഇങ്ങനെ റബ്ബ് കൂടുതൽ ആദരിക്കപ്പെടുന്നതും ഇഷ്ടം വെക്കുന്നതും ദുആ ചെയ്യുന്നവരോടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ പൊരുൾ എന്താണെന്ന് ഒന്നുകൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. അതാണ് ഇതിന്റെ ഒരർത്ഥം. ഈ രണ്ടെണ്ണം അതിൽ കൂടി വരികയാണ്. ഇനി ഇമാം തുർമിദി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന ദുആ യൻഫഉ മിമ്മാ നസൽ വ മിമ്മാ യുൻസൽ ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ. അല്ലാഹുവിന്റെ അടിയാറുകളെ, അല്ലാഹ് വിളിക്കാൻ കേട്ടോ, ഇന്ന ദുആ യൻഫഉ മിമ്മാ നസൽ. ഇതുവരെ നമ്മൾക്ക് സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി ഇതുവരെ വരാത്തതും വരാതിരിക്കുന്ന പ്രശ്നങ്ങൾക്കും എല്ലാം ഉപകാരമാണ് ദുആ എന്ന് പറഞ്ഞാൽ. അഥവാ എന്ത് തടയാനും, എല്ലാ ഹൈറുകളും നേടിത്തരാനും, ഏത് തരം തിന്മകളെ തടയാനും നമ്മുടെ ദുആ കൊണ്ടാണ് കഴിയുക. അതുകൊണ്ടാണ് ഫഅലൈക്കും യാ ഇബാദി ബിദ്ദുആ. അടിയാറുകളെ എന്നാണ് ആ ദുആ ഇബാദത്ത് എന്ന് വിളിച്ചുള്ള എന്റെ അടിമകളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, അള്ളാഹിനോട് ചോദിക്കണം എന്നാണ് ഈ പറഞ്ഞതിനടുപ്പം. ഞാനത് പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയോ, ഞാൻ നിങ്ങളും ചോദിക്കാറുണ്ടോ? നമ്മൾ ശരിക്കൊന്ന് പഠിക്കണല്ലോ. എന്താ ദുആഇന്റെ മഹാത്മ്യം?
റബ്ബാണ് സഹായിക്കേണ്ടതെന്നറിയാം. മാത്രമല്ല പലർക്കും പല നിലക്കുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാലും ദുആ ചെയ്യാൻ തൗഫീഖ് ലഭിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളില്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ അല്പസമയം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാത്ത ആളുകള്, അവർക്കൊക്കെ എമ്പാടും സമയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ സമയങ്ങള് വെറുതെ പാഴാക്കി കളയുന്ന ആളുകൾ. നമ്മൾ വെറുതെ ഈ സാധനത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് എത്ര സമയം കളയാറുണ്ടാവും. ഒന്നിരുന്ന് അള്ളാന്ന് വിളിക്കാൻ ആ കിട്ടുന്നൊരു അവസരത്തെ വരെ നമ്മളില്ലേ. ഇവിടെ നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളില്ലേ, ഒരുപാട് കെടുതികളില്ലേ, ശത്രുക്കളുടെ ഒരുപാട് അക്രമങ്ങളില്ലേ. എന്തുണ്ടായിട്ടും പ്രാർത്ഥിക്കാത്ത ചില ആളുകളുണ്ട്. പ്രാർത്ഥിക്കാത്ത ചില ആളുകളുണ്ട്. ആരാ? ഞാനാണോ? നമ്മൾ ഒന്നിങ്ങനെ ശരിക്കും അങ്ങനെ ആലോചിച്ച് നോക്കിയേ. എന്തുണ്ടായാലും പ്രാർത്ഥിക്കാത്ത ആളുകൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം. മൻ തറക ദുആ, ആരെങ്കിലും ഒരു പ്രാർത്ഥന ഉപേക്ഷിച്ചാൽ, ലാ സിയമ ഇൻദ ശദാഇ, ഒരു പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും, ഫഇന്ന ദുആ ഇബാദത്തുൻ ലില്ലാഹി അസ്സ വജൽ വമൻ തറകഹു കാന അജസുൻ നാസ്. അല്ലാഹുവിനുള്ള ഇബാദത്താണ് പ്രാർത്ഥന കൂട്ടരെ. അത് ഉപേക്ഷിക്കുന്നവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദുർബലൻ. ഇങ്ങനെയെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടും പ്രിയരെ, എന്തുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യാത്തത്? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രാർത്ഥിക്കാത്ത ആളുകളില്ലേ? ഉണ്ടോ? നമ്മളൊരു ദിവസത്തില് നമ്മുടെ റബ്ബിനോട് സംസാരിക്കാൻ എത്ര സമയം ചെലവാക്കുന്നുണ്ട്? ശരിക്കും ഇങ്ങനെ ആലോചിച്ചു. ഇന്ന റബ്ബി ഖരീബും മുജീബ്. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇമാം അഹ്മദ് റഹിമഹുല്ല തന്റെ മുസ്നദിൽ ഈ പവർ, ഇതിന്റെ ഈ പ്രാർത്ഥനയുടെ പവർ പറഞ്ഞു തരാണ്. ലാ യുറദ്ദുൽ ഖലാ ഇല്ല ദുആ. പ്രാർത്ഥന കൊണ്ടല്ലാതെ നമ്മുടെ ഖദറിനെ മാറ്റാൻ കഴിയൂല. അള്ളാഹു സുനിശ്ചിതമായി വെച്ച ചില ഖദറുകളുണ്ട്. ആ ഖദറുകൾ അള്ളാഹു നിശ്ചയിച്ചതിനാൽ അത് മാറ്റാൻ അള്ളാഹ്ക്കൊരു പ്രശ്നമില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, ആ ഖലായിനെ പോലും നിങ്ങളുടെ ദുആ കൊണ്ട് മാറ്റിത്തരും പടച്ചോൻ. നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് എന്തെല്ലാം മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോടൊക്കെ പലരൊക്കെ ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മുമ്പ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് എന്തെല്ലാം മാറിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. അള്ളന്നെ റസൂലിനെ പഠിപ്പിക്കുക, ലാ യുറദ്ദുൽ ഖലാ ഇല്ല ദുആ. എങ്കിലും ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. ഇന്ന റബ്ബി ഖരീബും മുജീബ്, ഈ ആയത്തിനെ ബയാൻ ചെയ്തുകൊണ്ട് വേറെ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹരി തദ്ഊനഹു തളർറുഅൻ വഖുഫിയ ലയിൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. കരയിലെയും കടലിലെയും ഇരുളുകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാ? ആരോടാണ് നിങ്ങൾ വിനയാന്വിതരായി വളരെ വളരെ പതുക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളത്? അള്ളാഹിനോട് തേടിയിട്ടില്ലേ? ലയിൻ അൻജാനാ മിൻ ഹാദിഹി, പടച്ചവനെ ഇതൊന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങൾ ശുക്ർ ചെയ്യുന്നവരാകാട്ടുമെന്ന. ഖുലില്ലാഹു യുനജ്ജീകും, അവിടുന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തിയത് റബ്ബല്ലേ. എവിടെന്ന്? മിൻ കുല്ലി ഖർബിൻ, എല്ലാ ഖർബുകളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും. പക്ഷേ പലതിലൊക്കെ പാലം കടക്കോളെ വിളി ഉണ്ടാവുള്ളൂ. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോ ആണ് എന്നൊരു തോന്നൽ വന്നോ? കുറച്ചുകൂടി താഴ്മയും വിനയവും വരണ്ടേ? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവാണ് നമ്മളെ രക്ഷിക്കുക. അവനിലാണ് നമ്മളുടെ എല്ലാ വിനയവും എല്ലാ താഴ്മയും എല്ലാ അർപ്പിക്കലും വരേണ്ടത്. അള്ളാഹു അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅാഹു വയക്ശിഫു സ്സൂഅ. നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോ ഒരു മുൽതറിനെ,
ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള ഒരാള് തേടിയാൽ ആ തേട്ടത്തിന് ആരാണ് ഉത്തരം കൊടുക്കുക? അള്ളയല്ലാതെ ആരാ കൊടുക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാം ചോദിക്കേണ്ടത് ആരോടന്നെയാ? അള്ളഹാനോടാണ്. അള്ളാഹ് പറഞ്ഞതറിയാം, ഇന്ന റബ്ബി, ആ വാക്ക് മറക്കല്ലേട്ടോ, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. അത് പറയുമ്പോ ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഖുദ്സിയായ ഒരു ഹദീസുണ്ട്. അതും കൂടി നമ്മളിലേക്ക് ചേർത്ത് വെക്കണം. നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ല ഞാൻ ഈ പറയണത്. പഴയതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഞാൻ എന്നിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു വെക്കണം. ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹ് പറയാണ്, അന ഇൻദ ളന്നി അബ്ദി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ആ വിചാരത്തിൽ തന്നെയാണ് ആ അടിമയെ കുറിച്ചും ഞാനുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിന്റെ ബയാൻ തന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, വഅന മഅഹു ഇദാ ദഅാനി, അവൻ എന്നെ വിളിച്ചാൽ അവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. അള്ളാനെ നമ്മൾ വിളിച്ചാൽ അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. നമ്മുടെ ഒരു ചോദ്യം എന്താ അറിയോ? നമ്മുടെ ചോദ്യങ്ങളൊന്നും പലരോടും ആവാതെ റബ്ബിനോട് മാത്രമാവുമ്പോ അത് തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് ഭയങ്കരാണ്. എന്താ അങ്ങനെ പറയുന്നു വെച്ചാൽ, ആത്യന്തികമായി എല്ലാം അള്ളാഹുവിലാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണെല്ലാം. അവൻ നിശ്ചയിക്കാതെ ഒന്നും നടക്കൂല. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ്. ആ തൗഹീദിന്റെ മർമ്മം എന്താ? നിങ്ങൾ ഒന്ന് അനങ്ങിയിരുന്നിട്ട് എന്റെ അടുത്ത് ഒന്നുകൊണ്ട് പറഞ്ഞു. അതിന്റെ മർമ്മം എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് അവനോട് പ്രാർത്ഥിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം, ഒരു ധൈര്യം, അത് അപാരമാണ്. അവിടെ നിന്ന് തെറ്റരുത്. അള്ളാഹുവിനെ വിളിച്ചവന് മാത്രമേ ഇനി വരുന്ന രണ്ട് ലോകത്തും അള്ളാനെ വിളിക്കാൻ അർഹത ഉണ്ടാവുള്ളൂ. നിറപടിക്കണം. ഇവിടെ നിന്ന് അള്ളാന്ന് വിളിച്ചവന് മാത്രാണ്. നമ്മളടുത്ത നിമിഷം ഇവിടെ നമ്മുടെ ബർസഖിലാണ്. ആ ബർസഖില് അള്ളാന്ന് മറുപടി പറയാൻ കഴിയണമെങ്കിൽ ഇവിടുന്ന് അള്ളാനെ വിളിക്കണം. നോക്കി, നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മളോട് ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ ഞാൻ ഒറ്റ പ്രാവശ്യം കേട്ടിട്ടുള്ളൂ, ഈ മയ്യത്തിന്റെ ആ ഖബറിന്റെ തലക്കുംപുറത്തിരുന്നിട്ട് തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളൊരു കടലാസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വായിക്കാം. ശരിക്കും ഒരു ക്വസ്റ്റ്യന് ഔട്ടാക്കണ ഒരു പരിപാടി മാതിരിയാ തോന്നുക. ഒരു കടലാസിൽ അവിടെ എഴുതിയിട്ട് കൊടുക്കുകയാണ്. എന്താണ്? രണ്ടാൾക്കാർ ഇങ്ങനെ വരും. അതിന്റെ ഭാവങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാൾക്കാർ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവർ അന്നെ എണിപ്പിച്ചിരുത്തിയിട്ട് ചോദിക്കും, അപ്പൊ എന്താ പറയേണ്ടത്? നിന്റെ റബ്ബ് ആരാന്ന് ചോദിച്ചാൽ അല്ലാഹു റബ്ബി എന്ന് പറയണം. ഇവിടെ നിന്ന് ഇന്റെ റബ്ബേ എന്ന് വിളിക്കാത്ത ഒരാൾക്ക് അവിടെ വിളിക്കാൻ കഴിയോ? ഒരു സ്വപ്നം തന്നെ നമുക്ക് വേണ്ടല്ലോ. ഇവിടെ നമ്മൾ വിളിക്കേണ്ട സഹോദരങ്ങളെ, ബാക്കി അങ്ങനെ വരണം. ബാക്കി അപ്പുറത്ത് കൂടി വരണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീക്ക് കിട്ടണോ? ആദ്യമേ അവനെ മാത്രം വിളിക്കണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്. അയ്യൂബ് അലൈഹിസ്സലാമയുടെ കഥ സൂറത്ത് അംബിയായിൽ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് നബിമാരുടെ കഥ അവിടെ പറയുന്നുണ്ട്. ആ കഥകളെല്ലാം പറയുന്നിടത്ത് എന്താ പറയുന്നറിയാം? ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കഥ ഉണ്ട്, മൂസാ നബി ഉണ്ട്. പിന്നെ വളരെ പ്രതിസന്ധിയിൽ അകപ്പെട്ട 4-5 നബിമാരുടെ കഥ പറഞ്ഞു തന്നിട്ട് ആ കഥ അവസാനിപ്പിക്കുന്നത് ഇതിൽ ദാക്കിരീങ്ങൾക്ക് പാഠമുണ്ട്. അവരെങ്ങനെ ആരെ വിളിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാണ്. ആരെ വിളിച്ചു, ആരാ ഉത്തരം കൊടുത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഡോക്ടറെ നമുക്ക് കാണാം, പക്ഷെ പുണ്യപുരുഷന്മാരെ വിളിക്കരുത്. വളരെ സിമ്പിളാണ്. ഒരാളോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ആവശ്യപ്പെടാം, തെറ്റില്ല. എന്നാൽ നിങ്ങൾ എന്റെ രോഗം മാറ്റണം എന്നൊരാളോട് പറയാൻ പാടില്ല. വളരെ വളരെ സിമ്പിളാ. തൗഹീദ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പാ. നമ്മൾ മനസ്സിൽ കാണേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? അല്ലാഹുവേ എന്ന ഒരു വിളിക്ക് പകരം വേറെ ഒരാളുടെ പേരും അവിടെ വരാൻ പാടില്ല. അത്രേ ഉള്ളൂ. ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ബദരീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം, ബദരീങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ കൂടണമെന്ന് അവിടെ ചേർത്ത് തരണേന്ന് അല്ലാഹുവോട് തേടണം. ബദരീങ്ങൾ ആരെ വിളിച്ചു, ആരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ അവർക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടത്? അതിലേക്ക് തന്നെ അവരുടെ പേര് ചേർത്ത് വിളിക്കാൻ പാടില്ലല്ലോ.
ഇസ്ലാം വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. ഇസ്ലാം പറഞ്ഞാൽ എന്താണ്? അല്ലാഹ് ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും ഇന്ന ഓർക്കുക, ഇന്ന റബ്ബി ഖരീബും മുജീബ്. ഈ ഖരീബ് നമ്മൾ വേറൊരാളെ വിളിക്കുകയാണെങ്കിൽ അയാൾ എവിടെയാ? വേറെ എത്ര ദൂരാ? അല്ലാഹ് പറഞ്ഞതാ, നഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഇത്ര മനോഹരമായ ഒരു ശബ്ദം വേറെ ഉണ്ടാവില്ല. എന്താ വാക്ക്? ഞാൻ ആരാ? നഹ്നു അഖറബു ഇലൈഹി. അഖറബ് എന്ന് പറഞ്ഞാൽ ഈ ഖുർബത്ത്, സാമീപ്യം, അതിന്റെ സൂപ്പർലേറ്റീവ് പ്രയോഗമാണ്. ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. മിൻ ഹബിലിൽ വരീദ്. ഈ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നോക്കിയേ, ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നമ്മുടെ അവിടെ ഒരു ഞരമ്പ് ഇങ്ങനെ കാണും, ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ കാണാം. ഈ സാധനത്തിനാണ് എന്ത് പറയാന്നറിയാം? ഹബിലിൽ വരീദ് എന്ന് പറയാ, ജീവനാടി. ഇതിനേക്കാളും നിന്റെ അടുത്തേക്ക് ഞാനുണ്ട്, നീ എന്തിനാ പുറത്തു പോണ്, ഇന്ന നിനക്ക് വിളിച്ചൂടെ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വളരെ കൃത്യമായി പഠിക്കുക. ഏതാണ്? പിന്നെ ഇതിൽ ഒരുപാട് ഹദീസുകളുണ്ട്. ഈ മുജീബിനെ വിശദീകരിക്കുന്നിടത്ത്, ഖരീബിനെ കാണുന്നിടത്ത് കാണാം, നിങ്ങളെല്ലാരും പിഴച്ചവരാ. ഒരു ഖുദ്സിയായ ഹദീസിൽ പറയാ, യാ ഇബാദി കുല്ലുക്കും ളാൽ ഇല്ലാ മൻ ഹദൈതുഹു. ഞാൻ ഹിദായത്ത് തരാത്ത എല്ലാരും പിഴച്ചവരാണ്. അതുകൊണ്ട് ഹിദായത്തിന് വേണ്ടി എന്നോട് ചോദിക്കുക. ഞാൻ ഭക്ഷണം കൊടുക്കാത്തവരെല്ലാവരും വിശന്നവരാ, റിസ്കിന് വേണ്ടി എന്നോട് ചോദിക്കുക. ഞാൻ വസ്ത്രം തരാത്തവരെല്ലാവരും നഗ്നരാണ്, വസ്ത്രത്തിന് വേണ്ടി എന്നോട് ചോദിക്കുക. അതിന്റെ അവസാനം കൊണ്ടുപോയി നിർത്തുന്ന എങ്ങനെ അറിയാം? നിങ്ങളിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരുണ്ടാവും, തെറ്റുകൾ വന്നിട്ടുണ്ടാവും. പാപം പൊറുക്കുന്നവൻ ഞാനാണ്. നിങ്ങൾ എന്നോട് പാപമോചനത്തിന് തേടുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും പലതൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഞാൻ വളരെ ഒരു നിലക്ക് ചോദിക്കട്ടെ, ഇസ്തിഗ്ഫാറും തൗബയും ഇന്ത്യയുടെയും ജീവിതത്തിൽ കുറവാണോ? കാരണം നമുക്ക് തോന്നുന്നറിയാമോ? തിന്മകളൊക്കെ എന്തായാലും ഒരുപാട് കൂടിയിട്ടുണ്ട്, ഉറപ്പല്ലേ? അത് എന്താണെന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. തിന്മകളൊക്കെ ഇന്ത്യയുടെയും ജീവിതത്തിൽ കുറെ കൂടിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് തൗബയും ഇസ്തിഗ്ഫാറും കൂടിയിട്ടുണ്ടോ? അതൊന്നും ശരിക്കും ആലോചിച്ച് നോക്കി. ഒരു ദിനം പ്രതി എത്ര തെറ്റുകളുണ്ട്. അതുകൊണ്ട് ദുആയിൽ അലസത വരരുത്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അല്ലാഹ് തന്നെ പറയാ, ഇന്ന റബ്ബി ഖരീബ് മുജീബ്. ആ റബ്ബിനെ തിരിച്ചറിയുക, അവനിലേക്ക് നമ്മൾ നല്ല അടുക്കുക, അതിലൂടെ നമ്മൾ ഒരു ധൈര്യം സംഭരിക്കുക, ആ വെളിച്ചത്തിലൂടെ നീങ്ങുക. റബ്ബ് നമ്മെ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരൊറ്റ വാക്കുകൂടി, ഒരു പ്രാർത്ഥനയും വെറുതെ ആവില്ല. മൂന്നിൽ ഒരു നേട്ടം അള്ളാഹു നമുക്ക്, അള്ളാന്റെ മുമ്പിൽ കൈ ഉയർത്തിയാൽ അള്ളാഹു നമുക്ക് തന്നിരിക്കും. പക്ഷെ രണ്ടെണ്ണത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്. ഒന്ന്, കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി തേടരുത്. രണ്ട്, ഒരു കുറ്റത്തിന്, പാപത്തിന് വേണ്ടി തേടരുത്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. അതിന് പഠിച്ചോൻ അതിന് കുറെ നേട്ടങ്ങൾ നമുക്ക് തരും. ഒന്നുകൂടി, നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമ്പോ നമ്മുടെ വിളിക്ക് അല്ലാഹു ഉത്തരം തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് വേണോ? ഹബീബായ റസൂൽ ചോദിക്കുകയാണ് കേട്ടോ, നമുക്ക് സുഖങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ അല്ലാഹുവിനെ കൂടുതൽ ഓർക്കുക, ആണ് അതിന്റെ പരിഹാരം. അപ്പോ നിങ്ങൾ ചില ആളുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയില്ലേ, ചില ആളുകൾ 2 മാസം 3 മാസം കൂടുമ്പോൾ ഒരു വരവാണ്, എന്നിട്ട് ഭയങ്കര കയ്യെടുത്ത് പെരും പ്രാർത്ഥനയാണ്. അപ്പൊ തന്നെ നമുക്ക് വേറെ ആൾക്കാരോ എന്തിലേലൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും. അതായിരിക്കും ആജാതി പ്രാർത്ഥന. പിന്നെ അവനെ 2 മാസത്തിനുണ്ട് കാണൂല, പിന്നെ എന്തിനേലും കുടുങ്ങണം. അങ്ങനെ കുടുങ്ങുമ്പോ വിളിക്കലല്ല, സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോ വിളിക്കാൻ കഴിയണം. സമയമല്ല, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ടെന്നീസ് കളിക്കാരുണ്ടായിരുന്നു അല്ലെ, ലോക റാങ്കിങ്ങിൽ വന്ന ഒരാൾ.
അയാള് 1988 ഒരു ഹാർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എയ്ഡ്സ് വന്നു അയാൾ. ആ സമയത്ത് ഒരുപാട് ആളുകൾ അയാൾക്ക് മെസ്സേജ് അയക്കുന്നത് എന്തറിയോ, നിങ്ങള് ഇത്ര നന്നായി ജീവിക്കുന്ന ഒരുപാട് ആളുകളെ സഹായിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ, ദൈവം നിങ്ങളോട് എന്താ അങ്ങനെ കാണിച്ച്, നിങ്ങൾ എന്താ ദൈവത്തിനോട് തേടുന്നില്ലേ? അപ്പൊ അദ്ദേഹം ഒറ്റ വാക്കിൽ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളെ ചോദ്യം മനസ്സിലായി? ലോകത്ത് ഒരു 50 ലക്ഷം ആളുകളെങ്കിലും ഈ കളി ആഗ്രഹിക്കുന്നവരുണ്ട്. അതിൽ 5 ലക്ഷം ആളുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. 50,000 ആളുകൾ കളിച്ച് മുന്നേറുമ്പോ ഒരു ചുരുക്കത്തിൽ 50 ആളുകളാണ് വിബിൾട്ടണില് അതിന്റെ മത്സരത്തിൽ വരിക. അതിൽ തന്നെ സെമി ഫൈനലിൽ 4 ആളാ വരിക, 2 ആളാണ് ഫൈനലിൽ വരിക. ഈ 2 ആളുകളിൽ ഒരാളായിട്ട് എന്നെ ദൈവം തെരഞ്ഞെടുത്ത സന്ദർഭത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ലല്ലോ, ദൈവമേ എന്തിനാണ് ഈ 2 ആളുകളിൽ ഒരാളാക്കി, ഈ 50 ലക്ഷത്തിൽ ഒരാളാക്കി എന്നെ എന്തിനെ തെരഞ്ഞെടുത്തെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചില്ലല്ലോ. അപ്പൊ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ എന്തിനാ നമ്മൾ അങ്ങനെ ചോദിക്കണം? ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവൂലേ? വെറുതെ ഒരു വായിച്ചപ്പോ ഒരു ഓർമ്മ വന്നൊരു സംഗതിയാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുത്തു വെക്കണതറിയോ, സുഖങ്ങൾ ഉണ്ടാവുമ്പോ ഒരിക്കലും നമ്മൾ ആ റബ്ബിനെ ഓർക്കാറില്ല, അല്ലെ? ദുഃഖങ്ങൾ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹ് ഇതിനേക്കാളും അടുത്ത ആ റബ്ബിനെ, ഇന്ന റബ്ബി ഖരീബും മുജീബ്, അള്ളാഹുവിനെ മനസ്സോട് ചേർത്ത് വെക്കുക, ആ വിളിയിൽ ആനന്ദം കണ്ടെത്തുക. പടച്ചവൻ നമ്മുടെ എല്ലാ ലോകവും, 2 ലോകം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം സുഖകരമാക്കും. അങ്ങനെ റബ്ബിനെ മനസ്സിലാക്കുക, സമാധാനത്തിന്റെ വഴിയിലൂടെ നീങ്ങുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ അനുഗ്രഹീത ദാസന്മാരിൽ ഉൾപ്പെടും. നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ഈ 2 ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും നന്മ ലഭിക്കുന്ന, രക്ഷ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി തൃപ്തിപ്പെടുമാറാവട്ടെ. ഈ ലോകം വിട്ടുപിരിയുമ്പോ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി അവനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകത്തെ പരലോകത്തെ സകലമാന മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. സമാധാനത്തോടുകൂടെ 2 ലോകത്തും ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.